Today we are going to discuss about a similar topic that we have already discussed, a solved problem in profit and loss account. So it's a kind of a reminder. Then after that we can move on to the balance sheet on the next day. So we can discuss the problem, move on to the question. From the following information, prepare profit and loss account of Andhra Bank Limited for the year ended 31st March 2009. Interest or discount on advance or bill 31,628. Income from investment 11,810. Interest on balance with RBI 4,243. Commission, exchange and brokerage 2,907. Profit on sale of investment 1,414. Interest on deposit 31,404. Interest on RBI borrowings 3,362. Payment to employees 9,717. Rent, taxes and lighting 955. Printing and stationery 213. Advertisement and publicity 87. Depreciation on bank property 292. Directors fees allowances 7. Auditors fees and expenses 41. Low charges 22. Postage, telegram, telephone, etc. 312. Repairs and maintenance 91. Insurance 915. Other expenditure 884. Balance of P&L carry forward 1,524. Some additional information is also given. First one, make provision for income tax 45%. Second one, transfer 25% of profit to statutory reserve and 5% to revenue reserve. And third one, dividend of 10% on capital, rupees 2,000. All the amount is given in thousands. That means here the 2,000 means 20 lakh, right? So all the amounts, like in the trial balance itself, all the amount is given in thousands. So answer is also should be thousands. Then we can move on to the answer. ദെൻ നമുക്ക് ആദ്യം തന്നെ ഒരു ആൻസർ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അലോക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം അലോക്കേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. നേരെ ആൻസറിലേക്ക് കിടക്കുവാണ്. എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഫോമാറ്റ് അതേപോലെ തന്നെ ഫില്ല് ചെയ്യുക, എഴുതി വെക്കുക എന്നുള്ളതാണ്. ദെൻ പേസ്റ്റ് ഇറ്റ്. അതിന് ശേഷമാണ് നിങ്ങൾ ഷെഡ്യൂൾ എഴുതേണ്ടത്. ഇവിടെ കൺവീനിയൻസിന് വേണ്ടി ഞാൻ ആദ്യം ഷെഡ്യൂൾ ചെയ്തു എന്ന് മാത്രം. പക്ഷേ പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം വരയ്ക്കുക. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഓൺ ദ നെക്സ്റ്റ് പേജ് ഷെഡ്യൂൾ വരയ്ക്കുക. സോ നമുക്ക് ആദ്യം തൽക്കാലത്തേക്ക് പഠിക്കുന്നതിന് വേണ്ടി ഒരു ഓൺലൈൻ മോഡ് ആയത് കാരണം നമുക്ക് ഷെഡ്യൂൾ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഏൺഡ്. സോ ഏതൊക്കെ ഐറ്റംസ് ആണ് വരുന്നതെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് 31,628. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ഇൻട്രസ്റ്റ് തന്നെ ആയതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ എഴുതിയത്. ഓക്കെ, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇൻട്രസ്റ്റ് നമ്മൾ വേറെ എവിടെയോ ബാങ്കിലോ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്നും കിട്ടിയ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ഇവിടെ കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സ്ഥലത്ത് എഴുതാനുള്ള റീസൺ ഇൻട്രസ്റ്റ് ഇൻകം ആണ് അതും. സോ ഇൻട്രസ്റ്റ് ഓൺ ബാലൻസ് വിത്ത് RBI, നമ്മളുടെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുന്നു. സോ ഈ മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 47,681. എമൗണ്ട് ഓരോന്നേയും 31,628, 11,810, 4,243. സോ ടോട്ടൽ 47,681 വന്നിരിക്കുന്നു. ദെൻ ഷെഡ്യൂൾ നമ്പർ നെക്സ്റ്റ് വരുന്നത് ഷെഡ്യൂൾ നമ്പർ 14 ആണ്. ഷെഡ്യൂൾ നമ്പർ 14 അതർ ഇൻകം. അതിനകത്ത് ഫസ്റ്റ് ഐറ്റം കമ്മീഷൻ എക്സ്ചേഞ്ച് ബ്രോക്കറേജ് 2,907. കമ്മീഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ബാങ്കിന് വരാറില്ല, ഇൻകമാണ് വരുന്നത്. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 114. ദെൻ ടോട്ടൽ വരുന്നത് നമുക്ക് വന്നു. ദെൻ നെക്സ്റ്റ് ടോട്ടൽ വരുന്നത് 3,021 വന്നു. നെക്സ്റ്റ് വരുന്നത് ഷെഡ്യൂൾ നമ്പർ 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്.
ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് ആണ് ഷെഡ്യൂൾ നമ്പർ 15 വരുന്നത്. എന്തൊക്കെ ഐറ്റം വരുന്നു നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് അതായത് കസ്റ്റമേഴ്സ് നമ്മളുടെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു, കറണ്ട് അക്കൗണ്ട് ആയിട്ടും സേവിങ്സ് അക്കൗണ്ട് ആയിട്ടും ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടും നമ്മുടെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊടുക്കേണ്ട വരുന്ന ഇൻട്രസ്റ്റ്, അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അത് 31,404 ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ RBI ബോറോയിൻസ്, നേരത്തെ ഇൻട്രസ്റ്റ് ഓൺ RBI ഡിപ്പോസിറ്റ് ബാങ്കിൽ RBI എന്ന ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് കിട്ടിയത് നമ്മൾ ഷെഡ്യൂൾ നമ്പർ 13 എഴുതി. ഇവിടെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും കടം വാങ്ങിച്ചു, ബോറോയിൻസ് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്, അത് എക്സ്പെൻസ് ആണ് ബാങ്കിന്. അതുകൊണ്ടത് ഷെഡ്യൂൾ നമ്പർ 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് വന്നു. എമൗണ്ട് 3,362. അങ്ങനെ ടോട്ടൽ വരുന്നത് 34,766 ആണ് അവിടെ ടോട്ടൽ വരുന്നത്. സോ നെക്സ്റ്റ് ലാസ്റ്റ് നമുക്കറിയാം ഷെഡ്യൂൾ നമ്പറിൽ ലാസ്റ്റ് വരുന്നതാണ് 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അതിനകത്ത് ബാലൻസ് വരുന്ന ഇനി ഇതിനകത്ത് കൊള്ളിക്കാത്ത ഒട്ടുമിക്ക കാര്യങ്ങളും പ്രൊവിഷൻസ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. പേയ്മെൻറ്റ് ടു എംപ്ലോയീസ്, റെൻറ്റ്, ടാക്സ് ആൻഡ് ലൈറ്റിംഗ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പബ്ലിസിറ്റി, ഡിപ്രീസിയേഷൻ ഓൺ ബാങ്ക് പ്രോപ്പർട്ടി, directors fees and allowances, auditors fees and expenses, low charges, postage, telephone, repairs and maintenance, insurance, other expenditure. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തായിരിക്കും വരുന്നത്. സോ ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും നമ്മൾ ടോട്ടൽ എടുത്തിട്ട് ആ ടോട്ടലാണ് നേരെ എങ്ങോട്ട് വരുന്നത്, സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എഴുതുന്നത്. സോ നമുക്ക് ഇത് കൂടാതെ ബാലൻസ് ഷീറ്റിൽ ഇത് കൂടാതെ ഒരു ഐറ്റം കൂടി വരുന്നുണ്ട്, പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസി എന്നാണ്. അത് നമുക്കൊരു നോട്ടായിട്ട് എഴുതിയാൽ മതി. ഷെഡ്യൂൾ നമ്പർ ഇല്ലാത്തതുകൊണ്ട് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസ് എന്നുള്ളതിനകത്ത് പ്രൊവിഷൻ ഫോർ ടാക്സ് വരും, ഇൻകം ടാക്സ് വരും. ഇൻകം ടാക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ ഇൻകം ടാക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആദ്യം അത് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം ഇൻട്രസ്റ്റ് ഏണ്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇൻകം ടാക്സ് എമൗണ്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് നേരിട്ട് എഴുതാറുന്നു. ഇവിടെ എമൗണ്ട് അല്ല തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഇൻട്രസ്റ്റ് ഏണ്ടുമായി ബന്ധപ്പെട്ട് ദെൻ ഇൻട്രസ്റ്റ് ഏണ്ട് 13 ഷെഡ്യൂൾ നമ്പർ 13 ആണ്. അതായത് എമൗണ്ട് വരുന്നത് നമ്മൾ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് 47,681 വന്നിരുന്നു. അതർ ഇൻകം എന്ന് പറയുന്നത് 3,021 വരുന്നു. അപ്പോൾ ടോട്ടൽ 50,702 എന്ന് പറയുന്ന ഫിഗർ കിട്ടും. സോ ഈ ഫിഗറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പെൻഡിച്ചറിനകത്ത് ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് 34,766 കിട്ടി. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 13,536 കിട്ടി. സോ ഇവിടെ കൊണ്ട് അപ്പോൾ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസി നമുക്ക് കിട്ടിയിട്ടില്ല തൽക്കാലം. ഞാൻ ഇവിടെ അഡ്വാൻസ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് അങ്ങനെ എഴുതുന്നുള്ളൂ, അത് കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് അത് കിട്ടുന്നത്? ദെൻ ഇപ്പോൾ നമ്മൾ എവിടെ വന്ന് നിൽക്കുന്നു, ഇൻട്രസ്റ്റ് ഏണ്ട് എഴുതി, 13, 14, 15, 16 ഷെഡ്യൂളുകൾ എഴുതി. ദെൻ 13, 14 ടോട്ടൽ ചെയ്തു. ദെൻ എക്സ്പെൻഡിച്ചറിൻ്റെ 15, 16 റഫായിട്ട് ടോട്ടൽ ചെയ്യുക, ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഏകദേശം 2,400 ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ആ പ്രോഫിറ്റിൻ്റെ 45% ഇവിടെ നമ്മൾ എഴുതിയേക്കുന്നത് 24 lakh എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇൻക്ലൂഡിങ് ഞാൻ ഈ പറയുന്ന ഇത് എഴുതിയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് പെട്ടെന്ന് മറന്നുപോയതാണ്, അങ്ങനെ എഴുതാനിരിക്കാൻ ഞാൻ മറന്നുപോയി. അതായത് ഇതിനകത്ത് 3 0 കളയുക, 2,400ൻ്റെ 45% എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസി. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ആണ് 1,080. അതായത് 2,400ൻ്റെ 45%. ഓക്കെ, അങ്ങനെ കിട്ടുന്നതാണ് നമുക്ക് ഈ പറയുന്ന 1,080 എന്ന് പറയുന്ന ഫിഗർ. സോ അത് കിട്ടിയതിന് ശേഷം നമുക്ക് ഫൈനലായിട്ട് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 49,382 എന്ന് പറയുന്ന ഫിഗർ കിട്ടും. ദെൻ അപ്പോൾ നമുക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കിട്ടിക്കഴിഞ്ഞു. ടോട്ടൽ ഇൻകവും കിട്ടി, ടോട്ടൽ എക്സ്പെൻഡിച്ചറും കിട്ടി. ഇവിടെ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസി കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പറയുകയാണ്. ടോട്ടൽ ഇൻകം, അതിൽ നിന്നും 15, 16 അത് മൈനസ് ചെയ്യുക. കിട്ടുന്നത് നോഷണൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ റഫായിട്ടൊരു പ്രോഫിറ്റ് കിട്ടി. അതിൻ്റെ 45% കണ്ടുപിടിക്കുമ്പോൾ 1,080 കിട്ടും. ഞാനിവിടെ തന്നിരിക്കുന്ന ഇതിനകത്ത് 2,40,000 24 lakh എഴുതിയത് ഇൻക്ലൂഡിങ്
തൗസൻഡ്സ് എഴുതിയതാണ്. ആ എമൗണ്ട് മൂന്ന് ഫിഗർ ലാസ്റ്റ് വരുന്ന 3 ഫിഗർ റൈസ് ചെയ്യുക. അതായത് 2400 എന്ന് പറഞ്ഞതിൻ്റെ 45% എഴുതുമ്പോഴാണ് നമുക്ക് 1080 കിട്ടുന്നത്. ഓക്കെ, ദെൻ അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. മൂന്നാമത്തെ സെക്ഷൻ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്ന ഫസ്റ്റ് ഐറ്റം വരുന്നത് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ. അപ്പോൾ നമുക്കിപ്പോൾ നമുക്ക് നേരത്തെ ടോട്ടൽ ഇൻകം 50,702 കിട്ടി. ടോട്ടൽ എക്സ്പെൻഡിച്ചർ 49,382 കിട്ടി. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ. കറണ്ട് ഇയറിൽ 1,320 ആണ്. പ്രോഫിറ്റ് ബ്രോട്ട് ഫോർവേഡ് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. P&L ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് 1,424. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 2,844 കിട്ടി. മൂന്നാമത്തെ ഹെഡിങ്ങിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ ടോട്ടൽ കിട്ടിയത് കറണ്ട് ഇയറിലെ പ്രോഫിറ്റും പ്രീവിയസ് ഇയറിലെ ക്യാരി ഫോർവേഡ് ചെയ്ത് വരുന്ന പ്രോഫിറ്റും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 2,844 എന്നുള്ള എമൗണ്ട് കിട്ടി. സോ ആ എമൗണ്ട് തന്നെ ഏറ്റവും താഴത്തെ ടോട്ടൽ കോളത്തിലേക്ക് എഴുതുക 2,844. ഓക്കെ, ദെൻ പിന്നെ ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് 25% എന്തിൻ്റെ കറണ്ട് ഇയർ നെറ്റ് പ്രോഫിറ്റിൻ്റെ 1,320യുടെ 25% ആയിരിക്കും ആ എമൗണ്ട്. സോ അപ്പോൾ 1,320യുടെ 25% കിട്ടുന്നതാണ് 330. ഓക്കെ, അപ്പോൾ അത് കിട്ടിയ ശേഷം അടുത്തത് പറയുന്നത് റിസർവ് അതർ റിസർവിലേക്ക്, അല്ലെങ്കിൽ അവരുടെ റവന്യൂ റിസർവിൻ്റെ കേസ് പറയുന്നുണ്ട്. അത് അതർ റിസർവ് ആയിട്ടാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. അതർ റിസർവിലേക്ക് എമൗണ്ട് ക്വസ്റ്റിൽ പറയുന്നുണ്ടായിരുന്നു. എത്ര പെർസെൻറ്റേജാണെന്നാണ് പറയുന്നത്? ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അതർ റിസർവിനകത്തേക്ക് പറയുന്നത് 5% ആണ് അല്ലേ. അപ്പോൾ 5% കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഈ തന്നിരിക്കുന്ന 66. അതായത് 5% എന്തിൻ്റെ 5% ആണ്? നെറ്റ് പ്രോഫിറ്റിൻ്റെ 1,320 ഇൻറ്റു 5/100. ശ്രദ്ധിക്കുക, 1,320 ഇൻറ്റു 5/100. അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 66 എന്ന് പറഞ്ഞാൽ അതർ റിസർവ് അല്ലെങ്കിൽ റവന്യൂ റിസർവിലേക്കുള്ള ട്രാൻസ്ഫർ. ദെൻ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 2,000 10% 200. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 10% ആണ്. അത് ക്യാപിറ്റലിൻ്റെ ആണ് എപ്പോഴും 10% കണ്ടുപിടിക്കേണ്ടത്. സോ പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്. ഇവിടെ ക്യാപിറ്റൽ മാത്രം തന്നിരിക്കുന്നു, അതുകൊണ്ട് ക്യാപിറ്റലിൻ്റെ എടുക്കുക. അപ്പോൾ 2,000ൻ്റെ 10% 200. സോ ആ മൂന്ന് കോളം ടോട്ടൽ ചെയ്യുക. ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, ട്രാൻസ്ഫർ ടു അതർ റിസർവ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് മൂന്നും കൂടി ടോട്ടൽ ചെയ്തിട്ട് ടോട്ടൽ കോളവുമായി തമ്മിലുള്ള ഡിഫറൻസ് 2,844. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബാലൻസ് ക്യാരി ടു ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന എമൗണ്ട് 2,248. അപ്പോൾ ഈ മൂന്നിൻ്റെയും കൂടി ബാലൻസ് ഏകദേശം 330 + 66 + 200 എന്ന് പറയുമ്പോൾ കിട്ടുന്നത് 596. അതിൽ നിന്നും 2,844 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 2,248. അപ്പോൾ ലാസ്റ്റ് മൂന്ന് ഐറ്റം, അതായത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് 330, ദെൻ അതർ റിസർവ് 66, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 200 മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 596. അതിൽ നിന്നും ടോട്ടൽ, അതായത് P&Lൻ്റെ ടോട്ടൽ താഴത്തേക്ക് ഇറക്കി എഴുതിയായിരുന്നു 2,844. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബാലൻസ് ക്യാരി ടു ബാലൻസ് ഷീറ്റ്. ആ എമൗണ്ട് എന്ന് പറയുന്നത് 2,248 ആണ്. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്താണ്, കഴിഞ്ഞു പോയതാണ്. ദെൻ അതൊന്ന് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം ബാലൻസ് ഷീറ്റിലേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടത്. നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.